നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ജനാധിപത്യ രീതിയിൽ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തത് ഭരണത്തിൽ വന്ന സംഘടനയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കോൺഗ്രസിന് ബദലായാണ് കമ്മ്യൂണിസ്റ്റുകൾ പ്രചാരണം നയിച്ചത്. അത് ജനങ്ങൾ ഏറ്റെടുത്തതിനാലാണ് EMS സർക്കാർ അധികാരത്തിൽ വന്നത്. കേന്ദ്രത്തിൽ കോൺഗ്രസിനെ അധികാരത്തിൽ നിന്നിറക്കാനുള്ള കരുത്തില്ലായിരിക്കും. എന്നാൽ ഭൂപരിഷ്കരണം നടത്തി കാണിച്ചു കൊടുക്കാൻ മാത്രം പാർട്ടി കേരളത്തിൽ ശക്തമായിരുന്നു എന്നാണ് EMS പിന്നീട് ഫ്രണ്ട് ലൈനിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത്. അതിനൊപ്പം വിദ്യാഭ്യാസ പരിഷ്കരണവും ത്രിതല പഞ്ചായത്തുകളിലേക്ക് അധികാരം വികേന്ദ്രീകരിക്കുന്നതിനും ഇടതു സർക്കാരിനെ സാധിച്ചെന്നും EMS പറയുന്നുണ്ട്. ഇതിൽ പലതും കോൺഗ്രസ് പാർട്ടി തന്നെ ദേശീയ തലത്തിൽ അവതരിപ്പിക്കുകയും പിന്നീട് അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തിരുന്നു. ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കരുത്ത് കമ്മ്യൂണിസ്റ്റുകൾക്ക് ഉണ്ടായിരുന്നു എന്നും EMS വ്യക്തമാക്കിയിരുന്നു. സോഷ്യലിസ്റ്റുകളുടെയും ഇടത് ജനാധിപത്യവാദികളുടെയും പിന്തുണയോടെ കമ്മ്യൂണിസത്തിന് ഇന്ത്യയിൽ മുന്നേറാൻ സാധിച്ചിട്ടുണ്ടെന്നും അത് പതുക്കെ കേന്ദ്രത്തിൽ ഭരണത്തിലിരിക്കുന്ന കോൺഗ്രസ് സർക്കാരിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് വളരുമെന്ന് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ വിവിധ തലങ്ങളിൽ വിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. ഈ ആത്മവിശ്വാസം പിന്നീട് ബംഗാളിൽ ഉൾപ്പെടെ ഇടതുപക്ഷ സർക്കാരുകൾ രൂപീകരിക്കാനുള്ള ഊർജമാണ് കമ്മ്യൂണിസ്റ്റുകൾക്ക് നൽകിയത്. സ്വാതന്ത്ര്യ സമരത്തിനൊപ്പം കേരളത്തിൽ അരങ്ങേറിയ തൊഴിലാളി സമരങ്ങളും കർഷക പ്രസ്ഥാനങ്ങളുടെ വളർച്ചയുമായിരുന്നു കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്ക് കേരളത്തെ വളക്കൂറുള്ള മണ്ണാക്കി മാറ്റിയത്. കാർഷിക രംഗത്തെ പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മ ഇല്ലാതാക്കൽ, അഴിമതി നിർമ്മാർജ്ജനം തുടങ്ങിയ വിഷയങ്ങളായിരുന്നു തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തിക്കാട്ടിയ വിഷയങ്ങൾ. 60 സീറ്റുകൾ നേടി അധികാരത്തിലെത്തിയെങ്കിലും കോൺഗ്രസിന് ലഭിച്ച വോട്ടുകൾ CPIM-നേക്കാൾ കൂടുതലായിരുന്നു. കോൺഗ്രസിന് ബദലായി ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കണ്ടു എന്നായിരുന്നു ഈ കണക്കുകളിലെ വ്യത്യാസത്തോട് EMS പിന്നീട് പ്രതികരിച്ചത്. കേന്ദ്രം ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാരിനെതിരെ സോഷ്യലിസ്റ്റുകളും ഇടതുപക്ഷ ജനാധിപത്യവാദികളും ഒന്നിപ്പിക്കുന്നതിലും കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കാരണമായെന്നും EMS ചൂണ്ടിക്കാട്ടിയിരുന്നു. അധികാരത്തിലെത്തി ദിവസങ്ങൾക്കുള്ളിൽ EMS സർക്കാർ അവരുടെ കാഴ്ചപ്പാടിലേക്കുള്ള ആദ്യ പടി വെച്ചിരുന്നു. അത് ഭൂപരിഷ്കരണ ബില്ലായിരുന്നു. ആദ്യം ഒരു ഓർഡിനൻസിനായി അവതരിപ്പിച്ചു, പിന്നീട് അത് നിയമമാക്കി. താമസിക്കുന്ന സ്ഥലത്ത് നിന്നും കീഴ്ജാതിയിൽപ്പെടുന്ന മനുഷ്യരെ പുറത്താക്കാൻ അനുവദിക്കില്ല എന്നും കീഴ്ജാതിയിലുള്ളവർക്ക് ആ ഭൂമിയിൽ അവകാശമുണ്ടെന്നും പറയുന്നതായിരുന്നു നിയമം. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് ദേശീയ പ്രസ്ഥാനം ജനങ്ങൾക്ക് നൽകിയ ഉറപ്പാണ് ഭൂപരിഷ്കരണമെന്നും അത് കാലതാമസം കൂടാതെ നടപ്പിലാക്കുന്നത് പിന്നീട് കമ്മ്യൂണിസ്റ്റുകളാണെന്നും ആദ്യ മന്ത്രിസഭയിലെ നിയമമന്ത്രിയായിരുന്ന മുൻ സുപ്രീം കോടതി ജഡ്ജി VR കൃഷ്ണയ്യർ പറയുന്നു. ഒരുപാട് തൊഴിലാളി സമരങ്ങളുടെ ചരിത്രം കൂടി ചേരുന്നതാണ് ഭൂപരിഷ്കരണ നിയമമെന്നും VR കൃഷ്ണയ്യർ പറയുന്നു.